ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും ചേർന്നിട്ട് മനീഷിനെ കോൾ ചെയ്യുകയാണ്. ആ സമയത്ത് മനീഷ് ചിന്തിക്കുന്നുണ്ട്, മഹേഷ് എന്നെ എന്തിനാ തട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിക്കാൻ വേണ്ടി ആയിരിക്കും സിദ്ധാർത്ഥ് സാർ വിളിക്കുന്നുണ്ടാവുക. മേഘയോട് പറഞ്ഞതിന് ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു കോള് റിങ് അടിഞ്ഞ് തീർന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും സിദ്ധു വിളിക്കുകയാണ്. ആ സമയത്ത് മനീഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കട്ടാക്കാം, വേറെ വഴിയില്ല. എന്നിട്ട് അവൻ കട്ടാക്കിയപ്പോൾ ശരിക്കും സിദ്ധു അതിശയിച്ചു പോയി. അവൻ ചന്ദ്രികയോട് പറയാണ്, കോള് കട്ടാക്കി. അതെന്തായിരിക്കും മനീഷ് സാറിനോട് അങ്ങനെ പെരുമാറുന്നത്? ചന്ദ്രികയും ചിന്തിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മനീഷിനെ മഹേഷ് എന്തിനായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക? ആ കാര്യം നമ്മളോട് പറയാൻ മനീഷ് എന്തിനായിരിക്കും ഇങ്ങനെ ടെൻഷനാവുന്നത്? മനീഷ് ആ കാര്യം നമ്മളോട് മടിക്കാൻ മാത്രം അതെന്തായിരിക്കും? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മഹേഷ്, മനീഷ്, മേഘ ഇവർ 3 പേരും എന്തോ ഒരു കാര്യം നമ്മളെടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അവർ രണ്ടുപേരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതേസമയം മേഘ അവളുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അവൾ ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, മനീഷ് എന്നോട് പറഞ്ഞ കാര്യം അവൻ സിദ്ധാർത്ഥിനോടും ചന്ദ്രികയോടും പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ നാടകവും വെറുതെ ആയിപ്പോവും. മനീഷിനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും സിദ്ധുവിനോടും ചന്ദ്രികയോടും പറയരുത് എന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അവൾ നേരെ മനീഷിനെ കോൾ ചെയ്യാണ്. മനീഷ് റോഡിലാണ് ഉണ്ടായിരുന്നത്. അവൻ ഫോൺ എടുത്തപ്പോൾ മേഘയുടെ കോളായിരുന്നു. ഹലോ മേഘ, പറ, സുഖാണോ മനീഷ്? മേഘ എടുത്തപ്പോൾ തന്നെ ചോദിക്കുകയാണ്. ആ, നന്നായിട്ട് പോകുന്നു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. രാത്രി 7:30 മണിക്ക് നീ ഈവൻ ക്ഷേത്രത്തിൽ വരാമോ? എന്താ കാര്യം മേഘ? നീ നേരിൽ വാ, അപ്പോൾ നിന്നോട് പറയാം. ശരി, ഞാൻ വരാം. എന്തിനായിരിക്കും മേഘ എന്നെ കാണണമെന്ന് പറയുന്നത്? മനീഷ് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ മേഘ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി മനീഷാണെന്ന സത്യം ആരുടെ അടുത്തും അവൻ പറയാൻ പാടില്ല എന്ന് ഇന്ന് അവൻ്റെ അടുത്ത് നിന്ന് സത്യം വാങ്ങിക്കണം. മേഘയാണ് ക്ഷേത്രത്തിൽ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. മനീഷ് വന്നപ്പോൾ മേഘ അവനോട് പറയുന്നുണ്ട്, മനീഷ്, എൻ്റെ ഗർഭത്തിന് നീയാണ് കാരണക്കാരനെന്ന് നീ എന്നോടല്ലാതെ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനീഷ് കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആരെടുത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യോ, രക്ഷപ്പെട്ടു. മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇനിയും നീ ആരുടെ അടുത്തും ഈ കാര്യം പറയണ്ട. അതെന്താ മേഘ, നിന്റെ ഗർഭത്തിന് ഞാനല്ലേ കാരണക്കാരൻ? മേഘ, നിന്റെ ഗർഭത്തിന് ഞാനല്ലേ കാരണക്കാരൻ? പിന്നെ എന്തിനാണ് ഞാൻ അക്കാര്യം പുറത്തു പറയുന്നതിന് നീ ഇങ്ങനെ അപമാനഭാരത്തോടെ നിൽക്കുന്നത്? അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിനക്കാണ് മാനവും അഭിമാനവും ഒന്നും ഇല്ലാത്തത്. എന്നാ എനിക്ക് എല്ലാം ഉണ്ട്. നീ ചെയ്ത് ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ പ്രസ്സിനും മീഡിയയ്ക്കും മുന്നിലൊക്കെ സിദ്ധുവിനെ നാണക്കേടോടെ തലതാഴ്ത്തി നിർത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും മുന്നിൽ അവനിപ്പോൾ അപമാനത്തോടെയാണ് ജീവിക്കുന്നത്. അതും പോരാഞ്ഞ് ചന്ദ്രികയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലി എല്ലാവർക്കും മുന്നിൽ വെച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ അത് അറുത്തെടുത്തു കൊണ്ടുവന്നു. ഇപ്പം പോയി എൻ്റെ ഗർഭത്തിന് മനീഷാണ് കാരണക്കാരനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കുള്ള ദേഷ്യത്തിന് എല്ലാവരും ചേർന്ന് എന്നെ കൊന്നുകളയും. എനിക്കറിയാം മേഘ, ചന്ദ്രികയാണ് മഹേഷിൻ്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചത്. എന്നിട്ട് പോലും ഞാൻ അവളോട് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റിന് അവർ നിന്നെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സിദ്ധാർത്ഥിനോടും ചന്ദ്രികയോടും പോലും പറയാതിരുന്നത്. അപ്പോൾ മേഘ ചെറുതായിട്ടൊരു പുച്ഛത്തോടെ പറയാണ്, ആഹാ, കുഴപ്പമില്ലല്ലോ. നീ എന്നെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇത് നീ കരുതുന്നത് പോലെ ഒരു സാധാരണ പ്രശ്നമല്ല മനീഷ്. ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്, എൻ്റെ മാനത്തിൻ്റെ പ്രശ്നം. സിദ്ധുവിനെതിരായിട്ടാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ വിളിച്ച് സംസാരിച്ചാൽ പോലും സിദ്ധുവാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നീ പറഞ്ഞേ പറ്റൂ. അത് കേട്ടപ്പോൾ മനീഷിൻ്റെ മുഖത്ത് അത് അംഗീകരിക്കുന്നൊരു ഭാവം ഉണ്ടായിരുന്നില്ല. മേഘയ്ക്ക് അത് കണ്ടപ്പോൾ ചെറിയൊരു പതർച്ച തോന്നുവാണ്. മനീഷ് പറയുന്നുണ്ട്, തെറ്റൊക്കെ എൻ്റേതാണ്. ഞാൻ കോടതിയിൽ അതൊക്കെ സമ്മതിച്ചിട്ട് കോടതി തരുന്ന ശിക്ഷ എന്താണോ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത തെറ്റിന് സിദ്ധു സാറിനെ ശിക്ഷിക്കാൻ എനിക്കാവില്ല. മാത്രമല്ല, ഞാൻ കാരണം നിൻ്റെ മേൽ ഒരു പഴി വരാനും ഞാൻ അനുവദിക്കില്ല മേഘ. അപ്പം മേഘ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. അതെ അതെ, നീ വലിയ ത്യാഗത്തിൻ്റെ ആളാണ്. എല്ലാ കുറ്റവും നിൻ്റെ തലയിൽ ഏറ്റെടുത്ത് വെച്ചിട്ട് ജയിലിൽ പോവാൻ. നീ എനിക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സിദ്ധു ആണ് കാരണമെന്ന് നീ എല്ലാവർക്കും മുന്നിൽ ആണയിട്ട് പറയണം. മനീഷിന് അതത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അവൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മേഘ അടുത്ത ഭീഷണി പറയുകയാണ്, അങ്ങനെയല്ലെങ്കിൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഞാൻ ഫോറിനിൽ പോയി സെറ്റിലാവുകയാണ്.
എനിക്ക് ഈ അപമാനഭാരവും താങ്ങി ഇവിടെ ജീവിക്കാനാവില്ല. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ ദയവ് ചെയ്ത് നീ അത് മാത്രം ചെയ്യരുത്. ആ ഒരു കാര്യത്തിലെ മനീഷ് വഴങ്ങുള്ളൊന്നും മേഘയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഒരു ജീവൻ കളയുന്നതിൻ്റെ പാപം അത് നിന്റെ മേൽ വരരുത്. ഞാൻ ആരോടും ഈ സത്യം പറയില്ല. ദയവ് ചെയ്ത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മാത്രം നീ കൊല്ലരുത് മേഘ. നീ സത്യം പറയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നത്? നീ ഈ സത്യം ആരോടും പറയില്ല എന്ന് എനിക്ക് സത്യം ചെയ്ത് പറ എന്ന് പറഞ്ഞ് മേഘ അവന് നേരെ കൈ നീട്ടുവാണ്. മനീഷ് മടിച്ചു നിൽക്കുകയാണ്. എന്താ ആലോചിക്കുന്നത്? സത്യം ചെയ്. അവസാനം അവൾക്ക് വേണ്ടിയിട്ട് അവൻ സത്യം ചെയ്യാണ്. സത്യമായിട്ടും ഞാൻ ആരോടും പറയില്ല. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വെച്ച് അവരെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം ഞാൻ നാണം കെടുത്തും. അങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ദേഷ്യം തീർക്കണം. നമ്മൾ രഹസ്യമായിട്ട് സംസാരിച്ച ഈ കാര്യം ആരും അറിയാൻ പാടില്ല. ശരി എങ്കിൽ ഞാൻ പോവാണ് എന്ന് മനീഷിനോട് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്ന് പോവാണ്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായാവസ്ഥയോടെയാണ് നിൽക്കുന്നത്. അതേസമയം മലരിങ്ങനെ കണ്ണുകെട്ടി കളിക്കുകയാണ്. മുത്തശ്ശൻ്റെ കൂടിയാണ് കളിക്കുന്നത്. മുത്തശ്ശൻ കണ്ണുകെട്ടി മലരെ തേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ വയസ്സായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റുന്നില്ല. മലർക്കുട്ടി എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കളിക്കുന്നതൊക്കെ നോക്കി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ കുറേ നേരം അങ്ങനെ മലറിൻ്റെ പിന്നാലെ പോയപ്പോൾ അദ്ദേഹം ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. മലർ, മുത്തശ്ശന് വയ്യടാ. അപ്പോൾ ലക്ഷ്മിയും പറയാണ്, മലർക്കുട്ടി മതിയടാ, മുത്തശ്ശൻ പാവമല്ലേ, അദ്ദേഹത്തെ വിട്ടേക്ക്, അദ്ദേഹം അവിടെ റെസ്റ്റ് എടുത്തോട്ടെ. എനിക്ക് മുത്തശ്ശൻ്റെ കൂടെ കളിക്കണം. അപ്പോഴേക്കും മുത്തശ്ശൻ ആകെ ടയേർഡായിട്ട് കണ്ണൊക്കെ കെട്ടൊക്കെ അഴിച്ച് അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് വയ്യ മോളെ എന്നും പറഞ്ഞിട്ട്. മുത്തശ്ശ വാ മുത്തശ്ശ എന്നൊക്കെ മലർ വീണ്ടും പോയി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. മഹേന്ദ്രനെ മലർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അയാൾ വേഗം മറിഞ്ഞു നിന്നിട്ട് ചിന്തിക്കുകയാണ്, ദൈവമേ, മലരിപ്പോൾ കാണുകയാണെങ്കിൽ എന്നോട് ആന കളിക്കാൻ വേണ്ടി പറയുമല്ലോ. മലർ കാണാതെ നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മുത്തശ്ശ വാ മുത്തശ്ശ, മുത്തശ്ശന് വയ്യ മോളെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മലരാണെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രൻ പതുങ്ങി പതുങ്ങി പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഏട്ടാ ഇങ്ങനെ ഒളിച്ചൊളിച്ച് വരുന്നത്? അപ്പോൾ മഹേന്ദ്രൻ ശബ്ദം താഴ്ത്തി പറയാണ്, ഇപ്പോൾ മലർ എന്നെ കാണുകയാണെങ്കിൽ അവൾ എന്നോട് ആന കളിക്കാൻ പറയും. എൻ്റെ ബോഡി ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല ലക്ഷ്മി. അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ. ശരി ശരി, എങ്കിൽ നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോ. ലക്ഷ്മിയും സമ്മതിക്കുകയാണ്. മഹേന്ദ്രൻ തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും മലർ തിരിഞ്ഞു നോക്കുകയാണ്. മഹേന്ദ്രനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ വിളിക്കുകയാണ്, മഹേന്ദ്ര മുത്തശ്ശ. പെട്ടു എന്ന് മഹേന്ദ്രന് മനസ്സിലായി. അയാളിങ്ങനെ സങ്കടത്തോടെ ലക്ഷ്മിയെ നോക്കുകയാണ്. ലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഹായ് മുത്തശ്ശ, വാ മുത്തശ്ശ മലർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഓ പെട്ടു അല്ലേ, നന്നായിട്ട് പെട്ടു. ഏടെ മുത്തശ്ശ പോകുന്നത്? എന്നെ ആന കളിക്കാൻ വേണ്ടി കൊണ്ടുപോ. മലർ പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മലർക്കുട്ടി, ഇന്നലെ നിന്നെ ആന കളിച്ചതിന് രാത്രി മുഴുവൻ മുത്തശ്ശി എനിക്ക് തൈലയിട്ട് തന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നടാ. ഇനി ഒന്നുകൂടി ഞാൻ മോളുടെ കൂടെ ആന കളിച്ചു എന്ന് വെച്ചോ, എൻ്റെ മുതുക് തന്നെ പോയിപ്പോവിടാ. അതാണെടാ പൊന്നെ. അതൊന്നും ആവില്ല മുത്തശ്ശ, വാ മുത്തശ്ശ, എന്നെ കുതിര കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോ എന്ന് പറയുന്ന സമയത്ത് മഹേന്ദ്രനോട് ലക്ഷ്മിയും പറയാണ്, കുട്ടി വിളിക്കുന്ന കേട്ടില്ലേട്ടാ, ചെല്ലേട്ടാ. മഹേന്ദ്രൻ പോയപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ രക്ഷപ്പെട്ടു മഹേന്ദ്ര, പോയിട്ട് നിന്റെ കൊച്ചുമോളെയും കൊണ്ട് കുതിര സവാരി നടത്തിയിട്ട് വാ. ഒന്നും മിണ്ടാതെ നിക്കച്ചാ, ഇനിയും മലറിനെയും കൂട്ടിയിട്ട് കുതിര സവാരി നടത്തുവാണെങ്കിൽ എൻ്റെ മുതുക് ഫുള്ളായിട്ട് പോവും. അത് കേട്ടിട്ട് മുത്തശ്ശനും ലക്ഷ്മിയും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മലർ പറയുന്നുണ്ട്, ഞാനെന്താ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ? എന്നെ മുതുക് കയറ്റിയെന്ന് കരുതി മുത്തശ്ശൻ്റെ മുതുകൊന്നും സംഭവിക്കില്ല. വാ മുത്തശ്ശ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഇപ്പോൾ എത്ര നന്നായിട്ടാണ് മലർ സംസാരിക്കുന്നത്. അത് കേട്ട് എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധുവും ചന്ദ്രയ്ക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, ചന്ദ്രിക എവിടെ പോയിട്ട് വരിക നിങ്ങൾ? അത് ഞങ്ങളൊരു ക്ലയൻറ്റിനെ കണ്ടിട്ട് വരുന്നതാ അച്ഛാ. ഓ, ക്ലയൻറ്റിനെ കാണാൻ പോയതാണോ? അല്ല, മനീഷിൻ്റെ കാര്യം എന്തായി മോളെ? അപ്പോഴാണ് മുത്തശ്ശൻ ചോദിക്കുന്നത്, അവനെ മഹേഷ് എന്തിനാ തട്ടിക്കൊണ്ടു പോയത് എന്ന് അവൻ നിങ്ങളോട് പറഞ്ഞോ? അത് കേട്ടപ്പോൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ഇല്ല മുത്തശ്ശ, അതിനെപ്പറ്റി മനീഷ് ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല, സിദ്ധുവാണ് പറയുന്നത്. അതെന്തായിരിക്കും അവനെ കാര്യം പറയാത്തത്? ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പം തന്നെ മനീഷിനെ ഫോൺ ചെയ്യ്, എന്താ കാര്യം നമുക്ക് ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മുത്തശ്ശ, മനീഷിനെ ഇപ്പോൾ എത്ര തവണ നമ്മൾ കോൾ ചെയ്താലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല മുത്തശ്ശ. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആകെ ഒരു നിരുത്സാഹവും ടെൻഷനും ഒക്കെ തോന്നുന്നുണ്ട്. അതെന്തായിരിക്കും മഹേന്ദ്ര, മനീഷ് ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? മുത്തശ്ശൻ മഹേന്ദ്രനോട് ചോദിക്കുകയാണ്. അതാണച്ചാ എനിക്കും ഒന്നും മനസ്സിലാവാത്തത്.
എന്തായിരിക്കും മനീഷ് നമ്മളിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, എനിക്കെന്തോ മനീഷ് സത്യം പറയുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ മേഘയോട് അവൻ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേഘ നമ്മളോട് ആ യാഥാർത്ഥ്യം സത്യം പറയരുത് എന്ന് അവനെ വിലക്കിയിട്ടുണ്ടാകുമോ? എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. മഹേന്ദ്രൻ പറയാണ്, ഒരുപക്ഷെ അങ്ങനെയും ആവാം. മേഘ എന്തോ ഒരു കാര്യം നമ്മൾ അറിയരുത് എന്ന് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ സിദ്ധാർത്ഥനോട് പറയാണ്, ഇങ്ങോട്ട് നോക്ക് സിദ്ധു, നാളെ തന്നെ മഹേഷ് എന്തിനാണ് മനീഷിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന സത്യം ആ ഒരു കാര്യം നമ്മൾ അറിയുക തന്നെ വേണം. അങ്ങനെ പറഞ്ഞില്ലെന്ന് വെക്ക്, അങ്ങനെയാണെങ്കിൽ സംതിങ് ഈസ് വെരി റോങ്. നാളെ തന്നെ മനീഷ് എവിടെയാണോ ഉള്ളത് അവിടെ പോയി അവനെ കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് നിന്ന് സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ശരി മുത്തശ്ശ, നാളെ തന്നെ ഞാൻ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. സിദ്ധാർത്ഥു അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ്. രാത്രിയായപ്പോൾ പ്രിയയും കൂട്ടിയിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു മനീഷ്. അപ്പോൾ അവൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും ബലൂണും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഹാപ്പി ആക്കിയിട്ടാണ് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നത്. ബൈക്കിൻ്റെ മുന്നിലായിട്ടാണ് പ്രിയ ഇരിക്കുന്നത്. അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് പ്രിയ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ബലൂണും കളിപ്പാട്ടങ്ങളൊക്കെ പ്രിയയുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറയാണ്, ശ്രദ്ധിച്ചു പോകണമെന്ന്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അച്ഛാ അച്ഛനും കൂടെ വീട്ടിലേക്ക് വാച്ചാ. അത് കേട്ടപ്പോൾ മനീഷ് സങ്കടത്തോടെ നിൽക്കുകയാണ്. മോളുടെ അമ്മ എൻ്റെ മേൽ വല്ലാത്ത ദേഷ്യത്തിലാണുള്ളത്. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എൻ്റെ മോള് തനിച്ച് പോയാൽ മതി. ഇനി മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതി, അച്ഛൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ? ഓക്കെ അച്ഛാ, ബായ് എന്ന് പറഞ്ഞിട്ട് പ്രിയയും പോവുകയാണ്. പ്രിയ കൺമുന്നിൽ നിന്നും പോയതിന് ശേഷം മനീഷ് വണ്ടിയെടുത്തിട്ട് പോവുകയാണ്. മഹേഷ് ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനടുത്തു കൂടിയാണ് മനീഷ് പോയത്. പക്ഷെ മനീഷ് മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനീഷിനെ കണ്ടപ്പോൾ മനസ്സിലായി. മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചിന്തിക്കുകയാണ്, നീ ഒറ്റൊരാൾ കാരണമാണ് ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ സൽപ്പേരും നഷ്ടപ്പെട്ടത്. ആർക്കൊക്കെയാണോ സത്യങ്ങൾ അറിയരുത് എന്ന് ഞാൻ കരുതിയത് അവരെല്ലാവരെയും നീ സത്യങ്ങൾ അറിയിച്ചു. ഇനി നിന്നെ ജീവനോടെ വിട്ടാൽ ശരിയാവില്ല. അത്രയേറെ എൻ്റെ ദേഷ്യമുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രികയെ വീണ്ടും കല്യാണം കഴിച്ച് അവളുടെ ഭർത്താവായിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. നീ ഒരാൾ കാരണം എല്ലാം നശിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ ബൈക്കും എടുത്തിട്ട് പോവുകയാണ്. മനീഷിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു മഹേഷിന്. അങ്ങനെ അവൻ്റെ പിന്നാലെ വണ്ടിയും എടുത്തിട്ട് പോയിട്ട് ഒരാളൊഴിഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് അവൻ്റെ ബൈക്കിലിട്ട് കുത്തുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വന്നൊരു അറ്റാക്ക് ആയത് കാരണം മനീഷും വണ്ടിയും അവിടെ താഴേക്ക് വീഴുന്നുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങിയ മഹേഷ് മനീഷിനെ പൊതിരെ തല്ലുകയാണ്. മനീഷാണെങ്കിൽ അവനെ പിടിച്ചു തള്ളിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മഹേഷ് വിടുന്നില്ല. അവൻ്റെ പിന്നാലെ പോയിട്ട് വടിയെടുത്തിട്ട് അവൻ്റെ ദേഹത്ത് എറിഞ്ഞിട്ടൊക്കെ അവന് വീണ്ടും കുറേ തല്ലുകയാണ്. മനീഷ് എല്ലാ തല്ലും കൊണ്ടതിന് ശേഷം ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് അവന് കയ്യിൽ മണ്ണ് കിട്ടിയത്. അതെടുത്തിട്ട് മഹേഷിൻ്റെ കണ്ണിൽ നേരെ ഇടുകയാണ്. അതിനുശേഷം അവനും തിരിച്ച് മഹേഷിന് ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മഹേഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി അവിടെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് അവൻ്റെ തന്നെ കഴുത്തിന് കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയം കൊണ്ട് മഹേഷ് തിരിച്ച് അവനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനീഷിനൊരു ഇതും കിട്ടിയില്ല. ഒരുപാട് തലക്ക് കൊണ്ടിട്ട് അവനവിടെ താഴത്ത് വീഴുകയാണ്. ആ സമയത്ത് മഹേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം മൊത്തം നശിപ്പിച്ചത് നീയാണ്, നിന്നെ ഞാനിന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ കരിങ്കല്ലെടുത്തിട്ട് അവൻ്റെ തലയ്ക്ക് നേരെ ഇടാൻ നോക്കുകയാണ്. ആ സമയത്താണ് കുറച്ച് ദൂരത്ത് നിന്നായിട്ടൊരു കാറ് വരുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അവരുടെ അടുത്തെത്തിയപ്പോൾ അതിൽ സിദ്ധുവാണ് ഉണ്ടായിരുന്നത്. സിദ്ധു ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു മഹേഷിനെ അങ്ങനെ കാണുന്ന സമയത്ത്. മഹേഷും കാറിലേക്ക് നോക്കിയപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സിദ്ധാർത്ഥിൽ നിന്ന് ഒളിച്ചു നിൽക്കാനാണല്ലോ മഹേഷ് ശ്രമിക്കുന്നത്. അപ്പോൾ താഴെ വീണ് കിടക്കുന്നത് മനീഷാണെന്നും കൂടി മനസ്സിലായപ്പോഴേക്കും സിദ്ധാർത്ഥ് വേഗം കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏയ് മഹേഷ്, എന്താ നീ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് കാറിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. അയ്യോ, സിദ്ധു വന്നു, ഇവൻ്റെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. മഹേഷ് വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും സിദ്ധു കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് താഴെ വീണ് കിടന്നിട്ടുണ്ടായിരുന്ന മനീഷിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവനെ എണീക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മനീഷ്, ഒന്നുമില്ല, എണീക്ക്. ഇതെന്താ സംഭവിച്ചത്? മഹേഷ് എന്തിനാ നിങ്ങളെ ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നത്? അതെ സാർ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവ എന്നെ കൊന്നു കളയുമായിരുന്നു. മനീഷ് ഒരുപാട് തല്ലുകൊണ്ട് ടയേർഡായിട്ടാണുള്ളത്. ഏയ് മനീഷ്, അതിനും മാത്രം നീയും അവനും തമ്മിൽ എന്താ ഇത്രമാത്രം വലിയ ശത്രുത? എന്താ പ്രശ്നം അതിനു മാത്രം? കഴിഞ്ഞ ആഴ്ച നിങ്ങളെ അവൻ തട്ടിക്കൊണ്ടുപോയി. ഈ ആഴ്ചയാണെങ്കിൽ അവൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതിനു മാത്രം നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പറ പ്ലീസ് സാർ. ഇപ്പം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. സമയമാവുമ്പോൾ ഞാൻ തന്നെ സാറിനോട് പറഞ്ഞു തരും. അത് കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത ദേഷ്യം വരികയാണ്. ഏയ്, അന്നും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഇപ്പം ചോദിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത്? സത്യം മറച്ചു വെക്കുന്നത് നിനക്കത്ര നല്ലതല്ല മനീഷ്. എന്താ സംഭവിച്ചത് എന്ന് പറ. സിദ്ധു സാർ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സത്യം പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. സത്യമായിട്ടും സമയമാവുമ്പോൾ ഞാൻ സാറിനെ അറിയിക്കും.
ശരി, എങ്കിൽ പിന്നെ ശ്രദ്ധിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ആ ശരി സാർ, ഞാൻ പൊക്കോളാം. അല്ലല്ല, ഞാൻ കാറിലല്ലേ പോകുന്നത്, ഞാൻ കൊണ്ടുവിടാം. വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, ഇത്രയധികം അടി കൊണ്ടിട്ട് നീ എങ്ങനെയാ കാറിൽ പോവുക? അതൊന്നും കുഴപ്പമില്ല സാർ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് മനീഷ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴും സിദ്ധുവിൻ്റെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ഇതിനു മാത്രം മഹേഷിനും മനീഷും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? എന്തായിരിക്കും മനീഷ് സത്യം പറയാൻ ഇത്രയേറെ മടിക്കുന്നത്? സിദ്ധുവിനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ വണ്ടിയിലേക്ക് കയറുകയാണ്. ചന്ദ്രിക മുത്തശ്ശനും മഹേന്ദ്രനും ലക്ഷ്മിക്കും മലറിനും ഒക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നീയും ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന് കഴിക്ക്. അപ്പോൾ ചന്ദ്രിക പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, സിദ്ധു സാർ വന്നിട്ടില്ല, അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ ഒന്നിച്ച് കഴിച്ചോളാം. അതാ നല്ലത്, എല്ലാവരും ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സിദ്ധു എത്തിയല്ലോ, ലക്ഷ്മി പറയാണ്. മുത്തശ്ശനും പറയുന്നുണ്ട്, വാ സിദ്ധു, നിന്നെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നീ എത്തി, 100 ആയുസ്സാ നിനക്ക്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധു വാ, ഭക്ഷണം കഴിക്കാം, ഞാൻ പിന്നീട് കഴിച്ചോളാം അമ്മായി, നിങ്ങൾ കഴിക്കേ. എന്താ സിദ്ധു, നിനക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുത്തശ്ശനാണ് ആദ്യം ചോദിക്കുന്നത്. അത് പിന്നെ മുത്തശ്ശ, വരുന്ന വഴി മഹേഷ് മനീഷിനെ പൊതിരെ തല്ലുന്നത് ഞാൻ കണ്ടു. അത് കേട്ടപ്പോൾ ചന്ദ്രിക ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവൾ മാത്രമല്ല, മഹേന്ദ്രനും ലക്ഷ്മിയും മുത്തശ്ശനും ഒക്കെ അത് കേട്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു സംഭവിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. താൻ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ മഹേഷ് മനീഷിനെ കല്ലുകൊണ്ട് അടിച്ച് കൊല്ലുമായിരുന്നു എന്ന് വരെ സിദ്ധു പറഞ്ഞു നിർത്തുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.